ഹലോ ഗൈസ്, അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നലെ നമ്മൾ റെയിൻ ട്രീ, അതായത് നമ്മുടെ റെയിൻ ട്രീ ആയ ക്രിസ്മസ് ട്രീ ആയ റെയിൻ ട്രീനെ അലങ്കാരങ്ങളോട് നമ്മൾ കണ്ടു. അതായത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സോടുകൂടി കണ്ടു. ഒത്തിരി 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 സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരി സന്തോഷം അത് കാണാൻ പറ്റിയതിൽ. കാരണം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് കാണണം. ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് ഒത്തിരി അതിനെക്കുറിച്ച് ആലോചിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം എനിക്ക് കാണണം എന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നലെ പോയിട്ട് അത് കണ്ടു. ക്രിസ്മസ് ട്രീയുടെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല രീതിയിൽ തന്നെ അത് എൻജോയ് ചെയ്തു ഞാൻ. അതിന് ശേഷം അവിടെ കലാപരിപാടികളുടെ സമയമായിരുന്നു. അതായത് ഒരുപാട് കുഞ്ഞു മക്കൾ, അതായത് കുഞ്ഞു മക്കൾ പെർഫോമൻസുകൾ നടത്തി അവരുടെ ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുമാത്രമല്ല ഒരുപാട് അനിയന്മാരും ഒക്കെ ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് കാഴ്ചവെച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചില ഇതുകളുണ്ട്, അതായത് ചില ഡിസബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ആ ഒരു ഡിസബിലിറ്റീസിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു നോർമൽ പേഴ്സൺ എങ്ങനെയാണോ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നത് ആ രീതിയിലുള്ള പെർഫോമൻസുകൾ തന്നെയാണ് അവർ ചെയ്തത്. ഇപ്പം എനിക്ക് ഇതിൽ നോക്കിയാൽ കാണാം ഏത് രീതിയിലാണ്. ശരിക്കും നമ്മൾ പോലും അതിശയിച്ച് പോകും. ആ ഒരു സമയത്ത് നമ്മൾ പോലും അതിശയിച്ച് പോകും ഇവരെങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. എനിക്കും സത്യം പറഞ്ഞാൽ ഒരുപാട് അതിശയം തോന്നി കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടിയും പ്രായമുള്ളവരാണ്, കുറച്ചും കൂടിയും ഏകദേശം ഒത്തിരി ഏകദേശം ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിലുള്ള കുട്ടികളാണ് ഈ അനിയന്മാരാണ് ഇപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ കുഞ്ഞുമക്കളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു, കുഞ്ഞുമക്കളുടെ പെർഫോമൻസൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറേ നേരം ഇതിങ്ങനെ പെർഫോമൻസുകൾ ഇങ്ങനെ തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് പോകും. അങ്ങനെ ഒരു 4 മിനിറ്റോളം ചില പെർഫോമൻസുകൾ ഒത്തിരി നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു വെറൈറ്റി പെർഫോമൻസുകളാണ് അവിടെ പെർഫോം ചെയ്യപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒത്തിരി നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു ക്രിസ്മസ് ട്രീ കാണണമെന്നുള്ളത്. അതെൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നലെ സാധിച്ചു. ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുന്നു. എല്ലാ ദൈവങ്ങളോടും ഒത്തിരി നന്ദി പറയുന്നു. അപ്പോൾ അതങ്ങനെ കാണാനായിട്ട് നമുക്ക് പറ്റിയത്. അപ്പോൾ ഈ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ലോങ് പെർഫോമൻസാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നോക്കിയാൽ കാണാം അവർ എത്ര നേരം അവർ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത് ഒരു എന്താ പറയുക, അവരുടെ കഴിവ് അവർ മാക്സിമം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. ഏറ്റവും നന്ദി പറയേണ്ടത് അവരുടെ ഡാൻസ് മാസ്റ്ററിനോടാണ്. ശരിക്കും അദ്ദേഹമാണ് ഈ കുട്ടികളെ തന്നെ ഇത്രയും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് ഇതുപോലൊക്കെ പെർഫോമൻസ് നടത്താനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുത്തു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് വന്നത് ഈ കുഞ്ഞുമക്കളുടെ പെർഫോമൻസ്. അതായത് ഇപ്പോൾ ഈ കുഞ്ഞുമക്കളുടെ പെർഫോമൻസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്, കണ്ടോ. ഇവരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തു. അപ്പോൾ ഇവരുടെ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം ഇവർ നല്ല രീതിക്ക് തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ ഡാൻസ് പെർഫോമൻസ് ചെയ്തു. ഒരുപാട് പേരിട്ട് ഇത് ഡാൻസ് കളിക്കുകയും ഡിസ്റ്റടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു രംഗം കാണുമ്പോൾ എൻ്റെ നാട്ടിൽ എന്തെങ്കിലും ഒരു ആഘോഷങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഈ സമയത്തൊക്കെ ചിന്തിച്ചു പോകുന്നത്. കാരണം ഒരു വർഷം മുന്നേ ഇതുപോലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ എനിക്ക് നാട്ടിൽ പറ്റിയിരുന്നു. പക്ഷേ ഇന്ന് ശരിക്കും ഞാൻ എൻ്റെ നാടിനെയും അവിടുത്തെ ആഘോഷങ്ങളെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുന്നതിന് മാക്സിമം നമ്മൾ നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യും. ഇപ്പോൾ റീസെൻ്റായിട്ട് ക്രിസ്മസ് കരോൾ കഴിഞ്ഞു. അത് എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അതിന് ഒരുപാട് വിഷമമുണ്ട്. ബോൺ നത്താലെ കഴിഞ്ഞു, അതും നമുക്ക് പറ്റിയില്ല. പിന്നെ അതിന് പകരമാണ് ഇന്നലെ ഫോർട്ട് കൊച്ചി പോയപ്പോഴാണ് ഈ ഡാൻസ് പെർഫോമൻസുകളൊക്കെ കാണാനിടയായത്. അടിപൊളി പെർഫോമൻസ് എന്ന് വെച്ചാൽ അടിപൊളി തന്നെ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് കോപ്പറേറ്റ് വരുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു പെർഫോമൻസുകൾ നമ്മൾ ഈ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മ്യൂസിക് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എനിക്ക്. ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇതെന്തായാലും ഇത് പറയണമല്ലോ ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ട് ആളുകൾ
അവിടെ വന്ന ജനങ്ങളെല്ലാവരും ഈ ഒരു പരിപാടി കാണാനായിട്ട് കണ്ട് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു ഫ്യൂഷൻ പിന്നെ വന്നതൊക്കെ ഫ്യൂഷൻ ഡാൻസുകളാണ്. പലതും ഒരേ ഇതിൽ തന്നെ 3-4 സോങ്ങൊക്കെ വെച്ച് ഒരുമിച്ച് കളിക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് ട്രെയിൻ ചെയ്ത അവരുടെ ഡാൻസ് മാസ്റ്ററോടാണ് ഒരുപാട് നന്ദി പറയാനുള്ളത്. ഇത്രയും കുട്ടികളെ തന്നെ ഇത്രയും വലിയ ഷോ, അതായത് ഒരു കൊച്ചിൻ കാർണിവൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തോരം കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പോലും അതായത് കാണികൾ വരുന്ന ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ കാഴ്ചക്കാർ കണ്ട് ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് ശരിക്കും തന്നെ നമ്മൾ അടിച്ചു പൊളിച്ച് പോകുന്ന ഒരു സ്ഥലം. അതായത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ഈ ഒരു ലൊക്കേഷൻ, അതായത് വേളി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കലാപരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റായ പാപ്പാജിയുടെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഒത്തിരി ദൂരെ ആയതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അപ്പോഴേക്കും ക്രിസ്മസ് ട്രീയുടെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിന് നമ്മുടെ പനീനെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ആ സമയത്ത് ഇപ്പോഴും ആ ഒരു ഏരിയയിലോട്ട് ഫോർട്ട് കൊച്ചിയിലോട്ട് പോകുമ്പോൾ ദയവ് ചെയ്ത് വലിയ വാഹനങ്ങളൊന്നും കൊണ്ടുപോകാതിരിക്കുക, കാറിലൊന്നും പോകാതിരിക്കുക. നല്ല റഷാണ്. അതുമാത്രമല്ല അവിടെ നല്ല ബ്ലോക്കും ഉണ്ട്. പറ്റുവാണെങ്കിൽ മാക്സിമം ബസ്സിലൊക്കെ വരാൻ നോക്കുക, അല്ലെങ്കിൽ 2 വീലറുമേ വരാൻ നോക്കുക. കാരണം എനിക്കും അത് തന്നെ പറയാനുള്ളൂ. പല വീഡിയോസിലും പലരും പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പെർഫോമൻസുകൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത് എന്തായാലും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഇവർ കാഴ്ചവെച്ചത്. അപ്പോൾ അങ്ങനെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു സത്യം പറഞ്ഞത്. ഇത് വേറൊരു പെർഫോമൻസ്. ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഇവർ കൺഫ്യൂഷൻ എന്ന് പറയുന്നൊരു ഡാൻസ് ഗ്രൂപ്പാണ്, അവരുടെ പരിപാടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവർ കഴിഞ്ഞ വർഷവും ഈ പറയുന്ന പോലെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഇതേ രീതിയിൽ ഇവർ ഡാൻസ് പെർഫോമൻസുകൾ നടത്തിയിരുന്നു. അപ്പോൾ അത് ഒരുപാട് വെറൈറ്റി പെർഫോമൻസുകൾ കാര്യങ്ങളൊക്കെ ഇവർ അന്നും നടത്തിയിരുന്നു. അന്ന് എന്ന് വെച്ചാൽ ഇവർ ആ ഒരു സ്റ്റേജിനെ മൊത്തത്തിൽ ഇളക്കി മറിക്കുകയാണ് ചെയ്തത്. ഈ പ്രാവശ്യവും അത് തന്നെയാണ്. എന്തായാലും ഇവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇവരും ഇതുപോലെ ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തത്. അതെല്ലാം ഒട്ടുമിക്കവരും ഈ ഡാൻസ് കളിച്ചവർ ഒട്ടുമിക്കവരും ഫ്യൂഷൻ ഡാൻസ് തന്നെയായിരുന്നു. പക്ഷേ വെറൈറ്റി അതൊരു ചെയിൻ പോലെയായിരുന്നു പല സോങ്സും പോയിരുന്നത്. അതായത് ഒരു ഇതിൽ തന്നെ ചെയിൻ പോലെയാണ് ഇപ്പോൾ സോങ്സൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. ഏറ്റവും കൂടുതൽ മിക്കവരും കളിച്ച ഒരു പാട്ടെന്ന് പറയുന്നത് നമ്മുടെ വാസ്കോ ഡ ഗാമ എന്ന് തുടങ്ങുന്ന നമ്മുടെ ചോട്ടാ മുംബൈയിലെ ആ ഒരു സോങ്ങില്ലേ, ആ സോങ് തന്നെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ കളിച്ചത്. കാരണം എല്ലാവർക്കും നമുക്കറിയാം ഫോർട്ട് കൊച്ചിയിലെ മെയിൻ ഒരു നാഷണൽ ആന്തം തന്നെയാണ് ഈ ഒരു സോങ്. കാരണം അത്രത്തോളം ഈ ഫോർട്ട് കൊച്ചിയിലെ ഡെയിലി ലൈഫായിട്ടോ അല്ലെങ്കിൽ എന്ത് ആഘോഷങ്ങളുണ്ടെങ്കിലും മെയിനായിട്ട് ഇപ്പം നമ്മുടെ കൊച്ചിയിൽ തന്നെ അങ്ങോളം ഇങ്ങോളം എടുത്ത് നോക്കിയാൽ കാണാം നമുക്ക് ഈ ഒരു സോങ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും എവിടെ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഈ ഒരു സോങ് നമ്മുടെ കൊച്ചിയിലെ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു പരിപാടി കാണാൻ പറ്റിയത് തന്നെ എനിക്ക് ഏറ്റവും സർവേശ്വരനോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. അത് മാത്രമല്ല ക്രിസ്മസ് ട്രീ കാണാൻ പറ്റി, നമ്മുടെ ക്രിസ്മസ് ട്രീനെ നേരിട്ട് കാണാൻ പറ്റി, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഇതിലും പല സന്തോഷം വേറെ ഒന്നും വേണ്ട. ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും മാറും നമ്മൾ ഈ ഒരു പരിപാടിയിൽ പോയാൽ. അപ്പോൾ ഇന്നലെ പോയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പോകാത്തത്. അപ്പോൾ ഇന്നും ഇതുപോലെയൊക്കെയുള്ള പരിപാടികൾ ഇന്നും ഉണ്ട്. അതായത് ഡിസംബർ 31 1-ാം തീയതി വരെ ഈ പറയുന്ന 1-ാം തീയതി ന്യൂ ഇയർ ആവുന്നത് വരെ മിക്കവാറും ഈ പരിപാടികളൊക്കെ ഉണ്ടാവും.
ഡിസംബർ 31 എന്ന് പറയുമ്പോൾ തന്നെ അത് ഒത്തിരി ടഫാണ് ഇപ്പോൾ തന്നെ ഒരുപാട് ഹെവി ട്രാഫിക്കാണ്. ഫോർട്ട് കൊച്ചിയിലോട്ട് വരുമ്പോൾ ഹെവി ട്രാഫിക്കാണ് ഉള്ളത്. അപ്പോൾ പരമാവധി എല്ലാവരും കാറും സ്വന്തം വാഹനങ്ങൾ, അതായത് കാറിന് പകരം വല്ല ടൂ വീലേഴ്സ്, വീട്ടിൽ ടൂ വീലേഴ്സ് ഉണ്ടെങ്കിൽ ആ ടൂ വീലറിന് വരാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിന് വരാൻ പറ്റും. പല ഭാഗങ്ങളിൽ നിന്നും ആലുവ ഭാഗത്തു നിന്നൊക്കെ ഫോർട്ട് കൊച്ചിയിലോട്ട് എപ്പോഴും ഒരു 10 മണി 11 മണി വരെയൊക്കെ ബസ്സുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ബസ്സിൽ വരാൻ പറ്റും. നിസ്സാര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ നമുക്ക് വരാൻ പറ്റും. എന്നിട്ട് കുറച്ച് വേളി ഗ്രൗണ്ടിൻ്റെ ലൊക്കേഷൻ ആരോടെങ്കിലും ചോദിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്കത് അവിടെ പോയിട്ട് പരിപാടികൾ കാണാനുള്ള ഒരു അവസരം ഉണ്ടാകും. കാരണം ഒത്തിരി റഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഡിസംബർ 31. അപ്പോൾ ഡിസംബർ 31 രാത്രിയിൽ നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകുമ്പം കാറുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ടൂ വീലർ ഉണ്ടെങ്കിൽ ടൂ വീലർ ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പരമാവധി ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ പല ഭാഗങ്ങളിൽ നിന്നും വാട്ടർ മെട്രോ സർവീസും കൊച്ചി മെട്രോ സർവീസൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതൊക്കെ ഉപയോഗിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. ജങ്കാ സർവീസ് വരെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എന്തായാലും ഡാൻസ് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസുകളായിരുന്നു അത് തന്നെ, ഈ കണ്ട പെർഫോമൻസുകളെല്ലാം തന്നെ. പക്ഷേ എനിക്കധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, രാത്രി മൊത്തം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടം വരെ എത്തേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളിത് ഫുള്ള് കണ്ട് അവിടെ നിന്ന് തന്നെ. എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു.